വ്യക്തതയില്ല. മാത്രമല്ല ഇന്ന് പക്ഷേ ഒരു തെർമൽ സ്കാൻ ഏരിയ സർവേയുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അത്തരത്തിലുള്ള ഡ്രോൺ പരിശോധനയും ഏതെങ്കിലും തരത്തിൽ മനുഷ്യജീവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവസാനമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന പരിശോധനകൾ നാളെ ഏതൊക്കെയാവും നടക്കുക? വിജയകുമാർ. രണ്ട് പരിശോധനയാണ് ഹാഷ്മി. ഒന്ന്, ഈ ആർമിയുടെ സ്നിഫർ ഡോഗ്സ്, അത് ഈ ഭൂമിക്കടിയിലെ മനുഷ്യ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പരിശീലനം ലഭിച്ച ആ സ്ക്വാഡിനെ നാളെയും അവിടേക്ക് അയക്കുന്നുണ്ട്. ഇന്നും അവരുടെ സേവനം അവിടെ ഉണ്ടായിരുന്നു, നാളെയും അവരവിടെ പോകുന്നുണ്ട്. അതുകൂടാതെയാണ് നമ്മൾ ഈ തെർമൽ സ്കാനിങ് നടത്തുന്ന ഡ്രോൺ, അത് ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഒക്കെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവരവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ ഇന്നത്തെ പരിശോധനയിൽ ആശാവഹമായി, എന്ന് വെച്ചാൽ ജീവനോടെ ആരെയും കണ്ടെത്താൻ ഏതെങ്കിലും മണ്ണിനടിയിലുള്ളതായി അവർക്ക് സൂചനകളൊന്നുമില്ല. ഈ മുണ്ടക്കയിൽ ഒരു ഭാഗത്ത് മാത്രമാണ് 2 സൂചന എന്ന മട്ടിൽ വളരെ വിദൂര സാധ്യത കണ്ടത്. അവിടെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തിയെങ്കിലും അത് എന്തെങ്കിലും തരത്തിൽ ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നാണ് അതിന് നേതൃത്വം നൽകുന്നയാൾ വൈകിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. നാളെയും അവരിവിടെ എത്തുന്നുണ്ട്. ഈ സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം പരിശോധനകൾ നടത്തുന്നു. ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ റിസൾട്ട് നോക്കി ഈ ദൗത്യ സംഘത്തെ ആ മേഖലകളിലേക്ക് അയക്കുന്നു. ഇതാണ് അവരുടെ കാര്യത്തിൽ നടക്കുന്നത്. അതിൽ കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ പറയുന്ന ഈ സജീവ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും വിവരം കൊടുക്കാൻ കഴിയൂ. ഈ മരണമടഞ്ഞവർ, മണ്ണിനടിയിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ഒരു പക്ഷേ ഈ സ്നിഫർ ഡോഗ്സിന് കഡാവർ ആ നിലയിൽ ട്രെയിൻഡായ കഡാവർ സ്നിഫർ ഡോഗ്സിന് ഒരു പക്ഷേ അത് കുറെ കൂടി നടപ്പാക്കാൻ കഴിയും ആ മേഖലയിലെന്നാണ് അറിയുന്നത്. നാളെയും അവരുടെ തെരച്ചിൽ തുടരും. പക്ഷേ ഇന്ന് നമ്മൾ മുണ്ടക്കയിൽ പ്രതീക്ഷിച്ചത് അവിടെ കാര്യമായ തോതിൽ ഈ മണ്ണിനടിയിൽ നിന്ന് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ അത്രയും ഉണ്ടായില്ല. അപ്പോഴും അതൊക്കെ നൽകുന്ന സൂചന ഇത് ഒഴുകിപ്പോയിട്ടുണ്ടാകാം, ആളുകളും അവരുടെ സ്വത്തും ജീവിതവും ജീവനും എല്ലാം ഒഴുകിപ്പോയിട്ടുണ്ടാകാം വളരെ ദൂരയിലേക്ക് എന്നതിലേക്കാണ് ഇപ്പോൾ ആർമിയും അതിലെ വിദഗ്ധരുമൊക്കെ വിരൽ ചൂണ്ടുന്നത്. പക്ഷേ നാളെ ആ മേഖലയിൽ നടത്തുന്ന തെരച്ചിൽ അത് കഴിയുമ്പോൾ കുറെ കൂടി വ്യക്തത അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. നാളെയും സമാനമായ തെരച്ചിൽ തന്നെ ഇന്ന് നടത്തിയതുപോലെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാ സേനാ വിഭാഗങ്ങളും ഒരുമിച്ച് നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ പങ്കാളിത്തത്തോടെ, അവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അവർ കൈമൈ മറന്ന് ഊണില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ ഈ സേനാ വിഭാഗങ്ങളുടെ ഒപ്പം അണിനിരുന്ന് അവർക്ക് വേണ്ടുന്നതെല്ലാം എത്തിച്ചു കൊടുത്ത് ഇതിൽ സർവ്വസജ്ജരായി തെരച്ചിൽ നടത്തുന്ന കാഴ്ച നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ നമ്മൾ കണ്ടു. ആലപ്പുഴ, കുട്ടനാട്ടിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന്, മലപ്പുറത്തു നിന്ന്, കോഴിക്കോട് നിന്ന്, കാസർഗോഡ് നിന്ന്, കോട്ടയത്തു നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്, സന്നദ്ധ പ്രവർത്തകർ. ഓക്കെ, അതെന്തായാലും കേരളത്തിന് പുതിയ കാഴ്ചയുമല്ല. നമ്മൾ നേരത്തെ പുത്തുമലയിലടക്കം ഈ പറയുന്ന തോളോട് തോൾ ചേർന്ന് കണ്ടതാണ്. ഇന്ന് ഇവിടെയും കാണുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനാ പ്രസ്ഥാനങ്ങൾ അവിടെയുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന സംഘടനകളുടെ യുവജന പ്രസ്ഥാനം അവിടെയുണ്ട്. അവരെല്ലാം മറ്റ് ഭേദചിന്തകളൊക്കെ മറന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ മേഖലയുടെ കരുത്തായി നിൽക്കുന്ന നല്ല കാഴ്ച. അത് കേരളത്തിൻ്റെ എക്കാലത്തെയും കാഴ്ചയാണ്. നമ്മൾ മറ്റ് അല്ലാത്ത സമയത്ത് നമ്മൾ പലതും പറഞ്ഞ് തർക്കിക്കും. പക്ഷേ ഇങ്ങനൊരു ദുരന്തമുഖത്ത് നമ്മൾ ഒന്നാകെ മറ്റൊന്നും നോക്കാതെ ചേർന്ന് നമ്മൾ നിൽക്കും, നമ്മൾ ചേർത്ത് കെട്ടിപ്പിടിക്കും. ഇന്ന് കണ്ട മറ്റൊരു നല്ല ഒരു വാർത്ത എന്താണ്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു അമ്മ രംഗത്ത് വരുന്നു. അവിടെ കുഞ്ഞുങ്ങൾ, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അധിക സാമ്പത്തികമൊന്നുമില്ലെങ്കിൽ ദത്തെടുത്ത് വളർത്താൻ ഞാൻ തയ്യാറാണെന്ന് വേറൊരമ്മ പറയുന്ന ശബ്ദം കേട്ടു. അങ്ങനെ നന്മയുടെ 100 പൂക്കൾ ഈ ദിവസങ്ങളിൽ ഉറപ്പായും വിരിയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ മേപ്പാടിയിലുണ്ടായ അല്ലെങ്കിൽ ഈ മേഖലയിലുണ്ടായ വലിയ ഐക്യകേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ആഘാതം ലഘൂകരിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷയുടെയൊക്കെ ഒരു പൊൻകിരണമാണ് ഈ പറയുന്ന വാർത്തകൾ എന്ന കാര്യം ഒരു തർക്കവുമില്ല. അതിനിടയിലും നമ്മൾ ചില തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ കാണുന്നുണ്ട്. ചില രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് തുടക്കമിടൽ കാണുന്നുണ്ട്. ചില ബ്ലെയിം ഗെയിമുകൾ കാണുന്നുണ്ട്. എന്താണ് യഥാർത്ഥ കാരണം, ഞാനാണോ നീയാണോ എന്നത് ചില തർക്കങ്ങൾ അത് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലെ ഏതാനും ചില ന്യൂനപക്ഷമായ കുറച്ചാളുകളിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ മനുഷ്യരൊക്കെ ആ ദുരന്തമുഖത്ത് തന്നെയാണുള്ളത്. അവരോടൊപ്പം തൽക്കാലം മറ്റു ചർച്ചകൾ തലയിലേക്ക് എടുക്കാതെ, തൽക്കാലം മറ്റു ചർച്ചകൾ പങ്കെടുക്കാതെ 100% അവർക്കൊപ്പം തന്നെ നിൽക്കുന്ന കാലമാണ്. അതുതന്നെയാണ് ശരി, അതുതന്നെയാണ് ധാർമ്മികം.